Good morning. Good morning, sir. Have a nice day to all. Thank you. Very good morning. sir. Miracles of Gratitude. 1/11/2021 നമ്മുടെ കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്ത വെൽ മൈൻഡിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പിന്റെ 21 ഡേയ്സ് എന്ന ഒരു സ്വപ്ന ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് വെൽമൈൻഡ്, എന്തിനാണ് വെൽമൈൻഡ്, എന്തൊക്കെയാണ് വെൽമൈൻഡ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് 2 വാക്കുകളിൽ ഒന്ന് പറയാം. വെൽമൈൻഡ് ഡിസംബർ 14-ാം തീയതി ഈ അടുത്ത മാസം 2 വർഷം പൂർത്തീകരിക്കുന്ന ഒരു വെൽമൈൻഡ് പ്രസ്ഥാനം തന്നെയാണ്. ഒരു വാട്സാപ്പ് കൂട്ടായ്മ. അത് ഷബാസ് ഷംനാദ് എന്ന ട്രെയിനർ, സൈക്കോളജിസ്റ്റ്, ഒപ്പം ഹിപ്നോതെറാപ്പിസ്റ്റ്, ടീച്ചർ എന്ന നിലയിൽ നിരവധി സേവനങ്ങൾ ചെയ്ത ആ നല്ലൊരു വ്യക്തിയുടെ മനസ്സിൽ ആശയം ഉടലെടുക്കുകയും അതിനോടൊപ്പം കുറച്ച് ആൾക്കാർ കൂടി ചേർന്നപ്പോൾ അതിന്റെ ചിറകുകൾക്ക് ശക്തിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പറന്നുയരാനും ഒരുപാട് മനസ്സുകളിൽ നല്ല നല്ല ആശയങ്ങളും അറിവുകളും കൊടുക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ജ്വാല 1, 2, 3, ലെറ്റ് ഇറ്റ് ഗോ, ബൂസ്റ്റ് യുവർ ഇന്നർ സെൽഫ്. ഇതാ ഇപ്പോൾ 21 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വർക്ക്ഷോപ്പും വിജയകരമായി എത്തിച്ചേർന്നിരിക്കുന്നു. ഷബാസ് ഷംനാദിനെ കൂടാതെ മെന്റേഴ്സായി മിന്നു, അന്ന മാത്യു, നിഷ സോമൻ, സപ്ന അർഷാദ്, പിന്നെ അനിൽകുമാർ വി എസ് എന്ന ഞാനും ഉൾപ്പെടുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ഈ കൂട്ടായ്മയിൽ ആസ് എ ടീം എന്ന നിലയിൽ ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ അറിവുകളും അനുഭവങ്ങളും എത്തിക്കുക എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മളിവിടെ ക്ഷണിച്ച മേരി മെറ്റൽ അമാം ബാംഗ്ലൂരിലുള്ള യാത്രയിലാണ്. ടെക്നിക്കൽ എറർ എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. അതോടൊപ്പം തന്നെ ക്ഷണിച്ച നമ്മുടെ 17 വർഷം ആർമിയിൽ സേവനം ചെയ്ത് ടീം വ്യൂ പോയിന്റ് എന്നുള്ള ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, ഇതുപോലെ തന്നെ ഒരുപാട് പേരിലേക്ക് നന്മകൾ എത്തിക്കുന്ന ടീം വ്യൂ പോയിന്റ് ഫൗണ്ടറുമായ കിരൺ ദാസറുണ്ട്. പിന്നെ ഇന്ന് എത്തിച്ചേർന്ന മറ്റൊരു വ്യക്തിത്വമാണ് ജോർജ് എ പുത്തൂർ. UK-യിൽ ഒരുപാട് തെറാപ്പികളൊക്കെ ചെയ്ത് ഒരുപാട് മനസ്സുകളിൽ സന്തോഷത്തിന്റെയും ഒപ്പം അറിവിന്റെയും അനുഭവങ്ങൾ നൽകിയിട്ടുള്ള ജോർജ് എ പുത്തൂർ എന്ന ഫാദറിന്റെ ഒരു സാന്നിധ്യവും ഞാൻ പ്രൗഡ് ടു ബി അനൗൺസ് ഹിയർ. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 21 ഡേയ്സിന്റെ ആ ഒരു സെലിബ്രേഷൻ ക്ലോസിംഗ് സെറമണിയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി വെൽമൈൻഡിന്റെ എനർജറ്റിക് ഇന്നോവേറ്റീവ് മെമ്പറായ സപ്ന എർഷാദ് മാമനെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സപ്ന എർഷാദ് മാം. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 21 ദിവസം നമ്മളെല്ലാവരും ഒരു യാത്ര തുടങ്ങിയിട്ടല്ലേ? എല്ലാരും എൻജോയ് ചെയ്തില്ലായിരുന്നോ? Enjoy ചെയ്തു. ഇന്നെല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് തോന്നുന്നു, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അതെ, ഞങ്ങൾക്ക് അങ്ങനെയാ തോന്നണേ. പക്ഷെ എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്യണമല്ലോ, നമ്മൾ പഠിച്ചതല്ലേ, അതുകൊണ്ടാ ചോദിച്ചത്. ഓക്കെ മാഡം. അപ്പോ ഇന്ന് നമ്മൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, വിജയകരമായിട്ട് തന്നെ ദൈവാനുഗ്രഹത്താൽ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യം തുടങ്ങുക എന്നതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മുടെ അനിൽ സാറിന്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആയിരുന്നു ഇത്. സാറ് ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചു നമ്മുടെ ടീമിൽ ഇങ്ങനെ ചെയ്യണം എന്ന്. അപ്പോ അതിന് ഞങ്ങളും കൂടെ നിന്നു, ഒപ്പം നിങ്ങളും നിന്നു. ഇവിടെ വരെ നമ്മൾ എത്തി. മുമ്പോട്ടുള്ള യാത്രയിലും നമുക്ക് ഒരുമിച്ച് പോകാം, ഒരുമിച്ച് വളരാം. സ്പ്രെഡ് ഹാപ്പിനെസ്
എല്ലാവർക്കും നമുക്ക് സന്തോഷം കൊടുക്കാം, നമുക്ക് സന്തോഷിക്കാം. അപ്പൊ നമുക്ക് ഇന്നിവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മേരി മെറ്റല മാം ആണ്. മാമിനെ ഞാൻ ആദ്യം, മേരി മെറ്റല മാം ഉണ്ട്, കിരൺ സർ ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് മാമിനെ ഞാനൊന്ന് ഫോർമലായിട്ട് പരിചയപ്പെടുത്താം. Dr. Mary Matilda is the former principal of Maharajas College, Ernakulam. She has master's degree in mathematics, education, business administration and management, women's studies, applied psychology, and PhD in women's studies. She is also a graduate in law. She had occasion to participate in HRD trainers training in Canada. Dr. Mary Matilda is a member of the faculty team for HRD training programs organized by Canada, India Institutional Cooperation projects at the national level along with Canadian experts. ഇതൊക്കെയാണ് ഫോർമലായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ മാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഇൻഫോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയധികം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ള, ഇത്രയധികം അറിവുകളുള്ള, മോർ ഓവർ മാം ഒരു യൂട്യൂബർ ആണ്, 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയൊരു യൂട്യൂബർ ആണ്. ഇപ്പൊ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞു മേരി മെറ്റല മാം ആണ് നമുക്ക് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ പറയും ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട്. പല ക്ലാസ്സുകൾക്കും വേണ്ടി നമ്മൾ ഓരോ ക്ലാസ്സുകൾ റെഫർ ചെയ്യുമ്പോൾ മാമിന്റെ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്, മാമിന്റെ ചിരിയുടെ ക്ലാസ് ഞാൻ കണ്ടിരുന്നു. ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പും അത് കണ്ടിരുന്നു. മാം ചിരിച്ചുകൊണ്ട് ആ ഒരു സംസാരം വളരെ രസമാണ്. അപ്പൊ ഇനി ഞാൻ സമയം കളയുന്നില്ല, മാമിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. മെറ്റല മാം പ്ലീസ്. അല്ല, മെറ്റല മാം ഓൺ ദ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. കിരൺദാസിനെ വെൽക്കം ചെയ്തല്ലോ. ഓക്കെ, കിരൺദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 17 വർഷം ആർമിയിലായിരുന്നു. അതിനുശേഷം ആണ് ടീം പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും, ഒരുപാട് പേർക്ക് പ്ലാറ്റ്ഫോം നൽകി വിജയകരമായി മുമ്പോട്ട് കുതിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ വെൽക്കം ചെയ്യാണ്. സർ പ്ലീസ്. താങ്ക് യു മാം, താങ്ക് യു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും, ഈ ഒരു ടീമിന്റെ ഈ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ആദ്യമായിട്ട്. കാരണം വെച്ചാല് ഞങ്ങള് കഴിഞ്ഞ 4 വർഷമായിട്ട് ടീം വ്യൂ പോയിന്റ് റൺ ചെയ്തു പോകുന്നു. അപ്പൊ നമുക്കറിയാം അതിൻ്റെതായ ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഉള്ള ബുദ്ധിമുട്ട്. അപ്പൊ 21 ദിവസമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. എല്ലാ പാർട്ടിസിപ്പൻസിനെയും ആദ്യം അഭിനന്ദിക്കട്ടെ. ശരിക്കും ഈ ഒരു കോൺസെപ്റ്റ് ഡോക്ടർ മാക്സ്വെൽ ആണ് 1960 കണ്ടുപിടിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ഫൈൻഡിങ്സ് ആണ് 21 ദിവസം ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് എടുക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫൈൻഡിങ്സ് പറയുന്നത്. അതോടൊപ്പം തന്നെ ശരിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കാണും. ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, ഹാപ്പിനെസ്, ഫൈൻഡിങ് ദ ഹാപ്പിനെസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്, അല്ലേ? അപ്പോൾ ശരിക്ക് നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ഈ ഫാസ്റ്റ് ലിവിങ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പേഴ്സണലി. അതുപോലെ തന്നെ ലിവ് ഇൻ ദ പ്രസന്റ്, ആ ഒരു ഇതിലേക്കാണ് നമ്മൾ വരുന്നത്. എല്ലാ പ്രശ്നങ്ങളിലൂടെയും പോകുമ്പോൾ നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ശരിയല്ലേ? പ്ലീസ് റെസ്പോണ്ട്. നമുക്കുള്ള സൗഭാഗ്യത്തെ കുറിച്ചിട്ട് നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഒന്ന് ഓർത്തെടുക്കുമ്പം ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട്. എത്ര പേര് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ 5 അല്ലെങ്കിൽ 10 ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഇതെന്റെ പുസ്തകമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട് എന്നും. അപ്പോഴാണ് നമുക്കൊരു ഫീലിംഗ് വരുന്നത്, യെസ്, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്നുള്ളത്. പിന്നെ ഫസ്റ്റ് ഡേ മോർണിംഗിൽ ഫസ്റ്റ് അവറിൽ തന്നെ
ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മെഡിറ്റേഷൻ ലിസൺ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഫസ്റ്റ് ഡേയുടെ ഫസ്റ്റ് അവർ ആ ഒരു നമ്മുടെ ആൽഫ വേവ് നിന്ന് നമ്മൾ സ്വിച്ച് ചെയ്ത് തീറ്റ ആൽഫ അത് കഴിഞ്ഞിട്ട് ബീറ്റ വേവിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് ഇന്റർസെക്ട് ചെയ്യുന്ന അതൊരു ടൈമിൽ വരുന്നത് അന്ന് ഫസ്റ്റ് 20 minutes എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളെ സബ് കോൺഷ്യസ് എപ്പോഴും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സമയമാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ആ ഒരു സമയം, അതായത് ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഇരുത്തൂല്ലേ അവിടെ നിന്ന് തന്നെ ക്ലോസ് യുവർ ഐസ്, ഫീൽ ഇറ്റ്. അത് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് എനിക്ക് ജോ ഡിസ്പെൻസ എന്ന് പറയുന്ന ഡോക്ടർ ജോ ഡിസ്പെൻസ അറിയായിരിക്കും. അവരുടെ മെഡിറ്റേഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ ഞാൻ പഠിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഹൈലി നമ്മളെ ഒരു പോസിറ്റീവ് എനർജിയും പ്ലസ് നമ്മൾ എന്താ പറയുക സന്തോഷമാക്കാനുള്ള ഒരു മെത്തേഡാണ്. ഫസ്റ്റ് 20 minutes. ഈ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഒരു എന്താ പറയുക ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു അനിൽകുമാർ സാർ. ഓവർ ടു യു. താങ്ക് യു സാർ, താങ്ക് യു. സാറിന്റെ വാക്കുകൾക്ക് നന്ദി. ഓവർ ടു സ്വപ്നജി. താങ്ക് യു കിരൺ സർ. സർ തന്ന ഇൻഫോർമേഷൻസിന്, സർ തന്ന അറിവിന് വളരെ നന്ദി. ഗ്രാറ്റിറ്റ്യൂഡിന്റെ പൂർവ്വകാലം മുതൽ സർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, താങ്ക് യു സർ. നമ്മൾ ഉണരും മുമ്പേ, അതായത് വെൽമൈൻഡ് ടീം ഉണരും മുമ്പേ ഉണർന്ന് നമുക്ക് വേണ്ടി സൂം പ്ലാറ്റ്ഫോം ഇത്രയും ദിവസം നമുക്ക് വേണ്ടി തന്ന സാറിനും ടീമിനും എഗെയിൻ താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഫാദർ ജോർജ് എ പുത്തൂർ. ഫാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാദർ UK സെറ്റിൽഡ് ആണ്, കൗൺസിലർ ആണ്, സൈക്കോളജിസ്റ്റ് ആണ്, തെറാപ്പിസ്റ്റ് ആണ്. അദ്ദേഹത്തെ നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ, നമുക്ക് കുറച്ച് അറിവുകൾ തരാൻ ഫാദറിനെ സ്വാഗതം ചെയ്യുന്നു. ഫാദർ, വെൽക്കം പ്ലീസ്. താങ്ക് യു സവന. പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം ഒത്തിരി നന്ദി. പക്ഷേ അത് ഞാനാണെന്ന് തന്നെ എനിക്ക് സംശയമാണിത്. തെറാപ്പിസ്റ്റാണ്, സൈക്കോളജിസ്റ്റാണ്. ഞങ്ങൾ ഒരു പാവം 8-10 അച്ഛന്മാർ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവിടെയെല്ലാം അവരെയൊക്കെ നോക്കുന്ന ഒരു കാര്യമാണ് എൻ്റേത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു വർഷമായിട്ട് ഞാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്തില്ലായിരുന്നു. ഒന്ന്, പിന്നെ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഇവിടെ 17 വർഷമായിട്ട് പട്ടാളത്തിലൊക്കെ ഉള്ള ആൾക്കാർ, അപ്പം വലിയ മീശയും വലിയ താടിയൊക്കെ കാണുമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് രാവിലെ മുതൽ ഈ ജോ ഡിസ്പെൻസയുടെ പുസ്തകമൊക്കെ വായിക്കുന്നത്. കാരണം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ജോ ഡിസ്പെൻസയുടെ പുസ്തകം. ഇതിൻ്റെ 3 വോളിയം ഉണ്ട്. 3 വോളിയം എൻ്റെ ഉള്ളതാണ്. എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല, ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ സാർ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും വളരെ ഉപകാരപ്രദമാണ്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് സ്വല്പം യോഗയൊക്കെ ചെയ്ത് ഒരു മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിരിക്കും. ആൾക്കാരെ കണ്ടുപിടുന്നതെല്ലാം. ഇനി ഞാൻ താമസിച്ചാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് രാവിലെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് എളുപ്പം പോവുകയാണെങ്കിൽ അന്ന് ഞാൻ ചെല്ലുന്നിടത്ത് എല്ലാവരോടും ദേഷ്യമായിരിക്കും, ഇതായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഈ സാറ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്തതും. അതുപോലെ തന്നെ ഞാനും പല പ്രാവശ്യം ഞാൻ ചെയ്തു, പക്ഷേ എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ചെയ്യാൻ തുടങ്ങണം. ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ആ ജേർണൽ എഴുതുക എന്നുള്ളത് പല പ്രാവശ്യം തുടങ്ങും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് അത് നിന്ന് പോകും. അത് സംഭവിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ. പക്ഷെ എന്തായാലും നിങ്ങൾ ഇങ്ങനെ 23 ദിവസം അത് ചെയ്തതിൽ അന്യായമായ നന്ദി. അത് നിങ്ങളുടെയൊക്കെ വലുതുകൈ എടുത്ത് കൊള്ളാം. വേറെ ആരും നിങ്ങളെ തള്ളാനില്ലെങ്കിൽ നിങ്ങൾ തന്നെ പൊട്ടിക്കുള്ളൂ. അവനെ കുഴപ്പമില്ല, ഇതാണ് നല്ലത്. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഫാദറിന്റെ വാക്കുകൾ വളരെ ഇതായി. ഓവർ ടു സ്വപ്നജി. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നൊരു വ്യക്തിത്വമാണ്. സർ, ഞാനാണ് അംബിക ടീച്ചർ.
മാം സംസാരിച്ചു. അംബിക മാം സംസാരിച്ചോളൂ. അച്ഛ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നില്ലേ വെൽമേന്റില്? ഞാനാണ് അംബിക ടീച്ചർ. സാറന്ന് ഒരുപാട് ബ്ലെസ്സിങ് ഒക്കെ എനിക്ക് തന്നിരുന്നു എന്റെ വാക്കുകൾ കേട്ടിട്ട്. അച്ഛനെ ഞാൻ നേരിട്ട് കണ്ടു. താങ്ക്സ് ഉണ്ട് അച്ഛാ, താങ്ക്സ് ഉണ്ട്. ഓക്കെ, ഓർ ടു സ്വപ്നജി. നെക്സ്റ്റ് നമുക്ക് വെൽക്കം ചെയ്യാനുള്ളത് ഷബാസ് ഷംനാദിനെയാണ്, CEO ഓഫ് വെൽമൈറ്റ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് MA സൈക്കോളജി ചെയ്തത്. അതിനുശേഷം സൈക്കോളജി ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് എന്നെ വിളിച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷനിൽ എനിക്കൊരു വിശ്വാസം വന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുമ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷബാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര തുടങ്ങി. ഇടയ്ക്ക് വെച്ച് അനിൽ സാറ് ഞങ്ങളുടെ കൂടെ കൂടി, മിനു മാം, നിഷ മാം, ഞങ്ങളൊരു വലിയ ടീം ഉണ്ടാക്കി. ഫസ്റ്റ് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി, wellmind.in എന്ന് പറഞ്ഞിട്ട്. ഒരു 400-ലധികം മെമ്പേഴ്സ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അവിടുന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയതാണ്. ഒരു 2022-ലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കുറേ പ്രോഗ്രാംസ് എല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഞങ്ങൾ കണ്ടക്ട് ചെയ്തു. അപ്പോ ഇതിന്റെ ഐഡിയ ഉദിച്ചത് നമുക്കിങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നത് CEO ഷബാസ് ആണ്. സോ മാമിനെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ അഭിമാനപൂർവ്വം ഞാൻ വെൽക്കം ചെയ്യുന്നു. ഷബാസ് പ്ലീസ്. താങ്ക് യു സഫ്നാജി. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സഫ്ന മാമിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ഒപ്പം ചെറിയൊരു സങ്കടവുമുണ്ട്. അതായത് ഈ 21 ഡേയ്സ് നമ്മളെല്ലാവരും ഒരൊറ്റ കുടുംബം പോലെ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്നു. ആ ഒരു 21 ഡേയ്സ് ഇന്ന് ഫിനിഷ് ആവുകയാണ്. അപ്പോ നമ്മുടെ ഈ ഒരു രാവിലെയുള്ള മോർണിംഗ് എനിക്ക് പ്രചോദനമായത് ഇന്നലെ പറഞ്ഞ സന്തോഷ് സാറിന്റെ വാക്കുകളാണ്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി രാവിലെ 5:30 എന്നുള്ള ഒരു സമയം ചൂസ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു, ഈ 5:30 ആരാണ് എഴുന്നേൽക്കുന്നത്? 5:30 ക്ലാസ്സിൽ കയറണമെങ്കിൽ അതിന് മുമ്പ് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വേണം ഈ ഒരു ക്ലാസ്സിലേക്ക് വരാൻ. ഈ ഒരു സമയം മാറ്റാൻ പാടില്ലേ? ഞാൻ ചോദിച്ചു. മോർണിംഗ് റൊട്ടീൻ ഫോം ചെയ്യിക്കാൻ വേണ്ടി. അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതിന് രാവിലെ തന്നെയല്ലേ ഏറ്റവും സ്യൂട്ടബിൾ ആയുള്ള സമയം. പക്ഷെ ഒരു ഇഷ്ടക്കുറവോടുകൂടി സന്തോഷ് സാറ് ഇതിൽ ജോയിൻ ചെയ്തു. പക്ഷെ ഇന്നലെ സാറ് പറഞ്ഞു, ഇനി ഒരു പ്രോഗ്രാം തുടങ്ങുകയാണെങ്കിൽ അത് ഈ രാവിലെ 5:30 തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ ഒരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ, അപ്പോ സാറ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ ആ ഒരു പ്രയാണത്തിൽ ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും മാറ്റാൻ സാധിക്കില്ല. പക്ഷെ അവർ ട്രാൻസ്ഫോർമേഷൻ വരുത്തുക എന്നത് സ്വന്തം കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഒരു കൂട്ടായ്മയിലുള്ള ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ആ ഒരു മാറ്റത്തിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അപ്പോൾ അത് തന്നെയാണ് മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ഇത് സാർ ഷെയർ ചെയ്തത് കൊണ്ട് ഞാൻ അറിഞ്ഞതാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ ഇതുപോലുള്ള എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ 21 ഡേയ്സ് കറക്റ്റ് 5:30 തന്നെ ജോയിൻ ചെയ്യുകയും നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു മോർണിംഗ് ടാസ്കുകൾ അത് കറക്റ്റായിട്ട് എല്ലാവരും ചില ദിവസങ്ങളിൽ വിട്ടുപോയാലും ബാക്കി ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുക, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക, ടു ഡു ലിസ്റ്റ്, അതുപോലെ നമ്മുടെ എക്സസൈസ്, റീഡിങ്, ഈ 5 കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഈ ഒരു 21 ഡേയ്സ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നു. ഈ മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പ്രോഗ്രാമിലൂടെ ഇത് വീണ്ടും ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ അത് ഒന്ന് ഡെയിലി റൊട്ടീനാക്കി മാറ്റാൻ അതിന്റെ കൂടെ നിൽക്കുക എന്നതായിരുന്നു ഞങ്ങൾ ഈ മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ന് മുതൽ ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ എല്ലാ ദിവസവും ചെയ്തതുപോലെ എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് എഴുതുകയും
ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുകയും കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, റീഡിങ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും നമ്മളെ ഇമ്പ്രൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു 5 കാര്യത്തിലാണ് നമ്മൾ മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിനൊരു പോസിറ്റീവ് എനർജി നൽകുക എന്ന രീതിയിലായിരുന്നു നമ്മൾ രാവിലെ ഒരു 20 മിനിറ്റ് ഒരു പോസിറ്റീവ് ടോക്ക് പ്ലസ് ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ഇത് നമ്മൾ നൽകി പോന്നിരുന്നത്. അപ്പോൾ ഈ 20 മിനിറ്റ് ക്ലാസ്സിൽ നിന്നും എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും മെഡിറ്റേഷൻ അവർക്ക് ഫുൾ ബോഡി ആൻഡ് മൈൻഡ് ഫുൾ റിലാക്സ്ഡ് ആയിട്ട് ഒരു പുതിയ നല്ല രീതിയിൽ ഒരു ദിവസം തുടങ്ങാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മൾ ഈ 21 ദിവസം നീണ്ടുപോകുന്ന ഈ യാത്ര അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇനി നിങ്ങൾ തന്നെയാണ് ഈ യാത്ര ജീവിതത്തിൽ എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇത് ഇന്നത്തോടു കൂടി നിർത്തി പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഹാബിറ്റ് ആയിട്ട് ഇപ്പൊ എല്ലാവരും തന്നെ പറയുന്നുണ്ട് 5 മണി ആവുമ്പോൾ അലാറം പോലും ഇല്ലാതെ ഓരോരുത്തരും എഴുന്നേൽക്കുന്നു. ഇല്ല, എല്ലാവരും എഴുന്നേൽക്കുന്നില്ലേ? ഇപ്പൊ 5 മണിയാവുമ്പോൾ അലാറം ഇല്ലാതെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇത് വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. ഈ ഒരു മോർണിംഗ് ഹാബിറ്റുകൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തും. ഈ ഹാബിറ്റ് ആയിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഏറ്റവും സവിശേഷമായ കാര്യം. അപ്പൊ അത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതായത് നമ്മുടെ വെൽമൈൻഡിന്റെ മോട്ടോ സ്പ്രെഡ് ഹാപ്പിനെസ് എവരിവെയർ. അതായത് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് അവർക്ക് മാനസികമായി നല്ലൊരു സന്തോഷം ഉന്മേഷം ഉണ്ടാക്കി അത് ഈ ലോകത്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ സാധിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിന് സാധിച്ചു എന്ന് കരുതുന്നു. ഇന്ന് മുതൽ നമ്മുടെ ഇത് ക്ലോസിംഗ് സെറമണി ആണല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ കൂടത്തിൽ 21 ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം വമ്പിച്ച വിജയമായിട്ട് തീർക്കാൻ സാധിച്ചു എന്ന സന്തോഷവും ഉണ്ട്. നമ്മൾ അടുത്തൊരു ചെറിയൊരു പ്രോഗ്രാം ഈ ഒരു 21 ഡേയ്സിന്റെ ഈ ഒരു മോർണിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മോർണിംഗ് ഹാബിറ്റ് ഒക്കെ ഫോം ചെയ്യിക്കാൻ വേണ്ടി ഒരു മെന്ററിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാം ഡിസംബറിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അതുപോലെ നെക്സ്റ്റ് വീക്ക് 24 തീയതി മുതൽ 29 തീയതി വരെ NLP ബേസിക് എന്താണ് NLP, അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള NLPയുടെ പ്രാരംഭ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള മാഗ്നിഫൈ എന്നുള്ള ഒരു പേരിൽ ഒരു NLP ബേസിക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു 5 ദിവസത്തെ വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്. NLP നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അത് NLP തെറാപ്പീസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്പായിരിക്കും. അത് ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരെയും അതിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു 21 ഡേയ്സിലെ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവർക്കും വെൽമൈൻഡ് ടീം മെമ്പേഴ്സിന്റെയും ഓരോരുത്തരുടെയും പേരിൽ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ വളരെ ഹാപ്പി ആയിരുന്നു. പറഞ്ഞോളൂ മാം. ദിവസങ്ങളാ അംബിക മാം, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല എനിക്ക്. നമ്മളെ മെന്ററിംഗ് ക്ലാസ് എടുക്കുന്നെന്ന് പറഞ്ഞല്ലോ, ആ അത് എത്ര ദിവസത്തേക്കാ? അല്ല, ഞങ്ങള് മെന്ററിംഗ് എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 365 ഡേയ്സ് 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ട്. അതായത് മെന്ററിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മളുടേതായ എബിലിറ്റീസ് കഴിവുകൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അപ്പൊ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫാദർ പറഞ്ഞതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിന്റെ ബെനിഫിറ്റ് നമുക്കറിയാം. നമ്മൾ കുറച്ച് നാൾ എഴുതും, പിന്നെ നമ്മൾ ഇതുപോലൊരു ക്ലാസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എഴുതും, പിന്നെ എന്തെങ്കിലും തിരക്കുകൾ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അത് വിട്ടുപോകും. പിന്നെ അതുപോലെ വീണ്ടും ഓർമ്മപ്പെടുത്തലുകൾ വരുമ്പോൾ വീണ്ടും നമ്മൾ ചെയ്യും. അപ്പോൾ ഈ മെന്ററിംഗിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താണോ ഗോള്, ആ ഒരു ഗോള് നമുക്ക് സെറ്റ് ചെയ്ത് കറക്റ്റ്, അതുപോലെ ഈ പറഞ്ഞ മോർണിംഗ് ഹാബിറ്റ്, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സൂപ്പർവിഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഈ 21 ഡേയ്സ് ഈ ഒരു പ്രോഗ്രാമിൽ കയറി എന്ന് രാവിലെ ടാസ്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് ഇൻ കേസ് ഒരു ദിവസം വിട്ടുപോയാലും നെക്സ്റ്റ് ഡേ നമ്മൾ അതിലേക്ക് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് തിരിച്ചു വരും. അതുപോലെ
മെന്ററിംഗിൽ ഉദ്ദേശിക്കുന്നത് ഓൾ ആർ യുണീക്ക്. നമ്മളുടെ കഴിവുകൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു. ആ ഗോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ടു ഡു ലിസ്റ്റ് എഴുതുന്നു. ആ ടു ഡു ലിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതുപോലെ നമ്മുടെ മോർണിംഗ് ഹാബിറ്റുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും ഇത് ചെയ്യുന്നുണ്ടോന്ന്. കാരണം ക്ലാസ്സിനേക്കാൾ ഉപരി നമ്മൾ ഇത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു രാവിലെ ഒരു പോസിറ്റീവ് എനർജി നൽകാൻ ഞങ്ങളുടെ 20 മിനിറ്റ് ക്ലാസ് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതല്ല വേണ്ടത്. നമ്മൾ തന്നെ ഈ പറഞ്ഞ ടു ഡു ലിസ്റ്റ്, അവരുടെ ലൈഫിന് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള ടു ഡു ലിസ്റ്റ് അവർ എഴുതി അത് ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക എന്നത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ രാവിലെ ടൈം കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് കറക്റ്റായിട്ട് നമ്മൾ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഗോളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നുണ്ടോ? നമുക്ക് ലൈഫിൽ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിംഗ് ആണ് മെന്ററിങ്. അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു 21 ഡേയ്സ് അല്ലല്ലോ വേണ്ടത്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ്. പലർക്കും ലേസിനെസ് ഉള്ളവർക്ക് ഒരുപാട് ഡ്രീംസും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ലേസിനെസ് കാരണം കുറച്ച് നമ്മൾ വർക്ക് ചെയ്യും, പിന്നീട് അത് വേണ്ട എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു മോട്ടിവേഷൻ വരുമ്പോൾ വീണ്ടും ചെയ്യും. ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഫുൾ, അതായത് മെന്ററിങ് വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സങ്കടം വന്നാൽ ഒരു തെറാപ്പിയും അതിന്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അത് ഷെയർ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ. നമുക്ക് എവിടെ ഒരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലം ഒരാളുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ CBT പറയും പോലെ അതിന്റെ ഔട്ട്സൈഡിൽ നിന്ന് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് ആലോചിച്ച്, അതായത് ആ ഇമോഷനെ ഒഴിവാക്കി ഔട്ട്സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു പ്രശ്നത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങളെ, അതായത് നിങ്ങളുടെ ലൈഫിലുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ സൈക്കോളജിക്കൽ ആൻഡ് മെന്റലി ഒരു സപ്പോർട്ട് തരിക എന്നതാണ് മെന്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസംബർ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജനുവരി 1 മുതൽ നമ്മൾ ആ ഒരു ഇയർ 2025 1 ഇയർ ഫുള്ളായിട്ടത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ വർഷം ലാസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്താലാണ് ആ ഒരു ഫുൾ ഇയർ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കാരണം എല്ലാവരും ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരുപാട് വലിയ വലിയ കുറെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അടുത്ത വർഷം ഇങ്ങനെ ആകുമെന്ന് തീരുമാനിച്ച് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ആയിട്ട് വരും. പക്ഷെ ആദ്യ കുറച്ച് ദിവസങ്ങൾ നല്ല രീതിയിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച, പിന്നെ ഓരോ ആഴ്ച പോകുന്നവരും അത് പയ്യെ പുറകോട്ട് പോകും. അത് അവിടെ ആ പുറകോട്ട് പോകാതെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ് മെന്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. അംബിക മാം ഓക്കെ അല്ലേ? ബാക്കി എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോ വെൽമൈൻഡ് ഒരുപാട് പദ്ധതികളും പ്ലാനുകളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ സമ്മാനിക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഈ ഞാനേ കഴിഞ്ഞതാ, അന്നേരം ഇനി ഒന്നുകൂടെ കയറിയാലും കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. കേൾക്കും തോറും നല്ലതല്ലേ? നല്ലതാണ്. സർട്ടിഫിക്കറ്റ് കിട്ടിയതാ ഓരോ രീതിയിലും പല രീതിയിലല്ലേ. അപ്പോൾ എല്ലാവർക്കും എന്നും ഒരു മെന്റർ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈവൻ എനിക്കായിരുന്നു, എന്റെ മെന്റർ ആയിരുന്നു ഡോക്ടർ PP വിജയൻ സാറിന്റെ വൈഫ് ജിജി മാം. അപ്പോൾ ആ മാമിന്റെ അണ്ടറിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഹരികുമാർ സാറിനെ അറിയാവോ? ഹരികുമാർ സാറിനെ അറിയില്ലേ? അത്ര പരിചയമില്ല. അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ഞാൻ 42 ദിവസമായിരുന്നു. ഓക്കെ. അപ്പോ നമുക്ക് മെന്റർ ഉണ്ടായിരിക്കുക എന്നത് എന്നും നമുക്കൊരു സപ്പോർട്ട്. ഇപ്പൊ പണ്ട് കാലത്ത് പറയില്ലേ, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഗൈഡൻസ് തരുന്നത്. ഇപ്പൊ ഒരു ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ആയപ്പോ നമ്മളെ ചോദ്യം ചെയ്യാനും നമുക്കൊരു ഒരു കാര്യം നമ്മൾ ചെയ്തില്ല എന്ന് 2 പ്രാവശ്യം പറഞ്ഞ് 3ാമത്തെ പ്രാവശ്യം നമുക്ക് ചെളുപ്പായിരിക്കും. നമ്മൾ തന്നെ അത് ചെയ്യും. അവർ കമ്പല് ചെയ്യുന്നത് കൊണ്ടല്ല, നമ്മുടെ മൈൻഡ് തന്നെ അതിന്
2 ദിവസം എക്സ്ക്യൂസ് പറഞ്ഞു, ഇതിൽ കൂടുതൽ എക്സ്ക്യൂസ് എങ്ങനെ? അവിടെ തന്നെ നമ്മുടെ തോട്ടിനൊരു ട്വിസ്റ്റ് വരും. അത് ആ ഒരു കാര്യം ചെയ്യിക്കുക എന്നതാണ്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ 100% ഔട്ട്പുട്ട് പുറത്തു കൊണ്ടുവരിക എന്നതാണ് മെന്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രോഗ്രാം വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷം. അതിന് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് കൂടെ നിന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിന് ഞാൻ ദൈവത്തിനോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. നമ്മുടെ ടൈം കുറച്ച് ഓവറായി. നമുക്കൊരു മെഡിറ്റേഷനിലേക്ക് പോകാം. കാരണം എല്ലാവരും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് പറയാനും ഫീഡ്ബാക്കും ഒക്കെ ഉണ്ടാവും എന്നറിയാം. മെഡിറ്റേഷന് ശേഷം ഓരോരുത്തരെയും ഫീഡ്ബാക്കിലേക്ക് ക്ഷണിക്കാം. ആരാണ്? ഞാനാണ്, സഫ്നയാണ്. മെഡിറ്റേഷൻ അല്ല, സംസാരിക്കണം. ഓക്കെ, അനിൽസ്. ഓക്കെ, താങ്ക് യു ഷബാസ് മാം. അടുത്തതായി എനിക്ക് വെൽക്കം ചെയ്യാനുള്ളത് അനിൽ സാറിനെയാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളൊന്നും വേണ്ട. അനിൽ സാറിനെ എനിക്ക് പ്രിൻസിപ്പാൾ എന്ന് വിളിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കൃത്യതയോടുകൂടി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. സാറിന്റെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. സാറ് പ്രിൻസിപ്പാളും ഞങ്ങൾ കുട്ടികളുമാണ്. ഞങ്ങൾ മടി പിടിക്കുമ്പോൾ സാറ് പറയും, വേണ്ട, നിങ്ങൾ ചെയ്ത മുമ്പോട്ട് പോണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയാ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത് സാറാണ്. അപ്പോ സാർ എക്സൈസ് ഓഫീസറാണ്. ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ ഒരുപാട് എടുത്ത് ഒത്തിരി കുട്ടികൾക്കും പാരന്റ്സിന് ഒരുപാട് കുടുംബങ്ങൾക്ക്, അങ്ങനെ വേണം പറയാനായിട്ട്, ഒരുപാട് കുടുംബങ്ങൾക്ക് തണലേകുന്ന ഒരു വ്യക്തിത്വമാണ് സാറ്. അത് ചുമ്മാ ക്ലാസ് എടുക്കുകയല്ല, ഭയങ്കര ആത്മാർത്ഥത. ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടണം. സാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. അനിൽ സർ, പ്ലീസ്. താങ്ക് യു സ്വപ്നജി. ഞാൻ ആലോചിക്കുക, വെൽമൈൻഡിന്റെ ഒരു ടൈമിൽ വന്നതിന് ശേഷം ഉണ്ടായ എനിക്കുള്ള മാറ്റങ്ങൾ. അപ്പൊ എന്തായാലും 21 ഡേയ്സ് എത്തിയ വെൽമൈൻഡിനും അതിന്റെ ടീം അംഗങ്ങൾക്കും പാർട്ടിസിപ്പൻസും എല്ലാവിധ ആശംസകളും. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന ടീം വ്യൂ പോയിന്റ് ഫൗണ്ടർ കിരൺ ദാസ, എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് തന്നെ പറയാം, ഫാദർ ജോർജ് എ പുത്തൂർ ഫ്രം UK. അതോടെ തന്നെ എൻ്റെ ഒരു സഹപ്രവർത്തനം കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്റെ ക്ഷണപ്രകാരം റിയാസ് സാറാണ്. അദ്ദേഹം ഒരു ഹിപ്നോതെറാപ്പിസ്റ്റും അതങ്ങനെ ഒരുപാട് കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാർട്ടിസിപ്പൻസ് എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവരുടെയും മുഖം പരിചയമാണ്. ചിരിക്കുന്ന, ഒരുപക്ഷെ ക്യാമറയ്ക്ക് പിന്നിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ നമ്മുടെ 21 ഡേയ്സ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഞാനും ഈ 1.5 മാസമായിട്ട് ഇങ്ങനെ എംബ്രൈസ് ചെയ്യായിരുന്നു, ചേർത്ത് വെക്കുകയായിരുന്നു. ഇന്ന് സ്വപ്നമാവൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നു, കുടുംബങ്ങളിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അതിന് കാരണം ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, കൃതജ്ഞത ടുവേഴ്സ് പേരൻസ്. അറിവ് തന്ന ഗുരുക്കന്മാരോട്, ആപത്തിൽ സഹായിച്ചവരോട്, മരുന്ന് തന്നവരോട്, ഭക്ഷണം തന്നവരോട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികളെല്ലാം വൻമരങ്ങളായി മാറും, നന്മയുടെ വൻമരങ്ങളായി മാറും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഫ്രം ബിഗിനിങ്, ഫ്രം ചൈൽഡ് ടു അവർ ലൈഫ് വേണം. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ കിട്ടിയ ഒരുപാട് പോയിന്റ്സുകളുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ പവർഫുൾ ഫോഴ്സ് ഇൻ ദ ലൈഫ് എന്നാ പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു ബലം തന്നെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അൺലോക്സ് ദ ഫുൾനെസ് ഓഫ് ലൈഫ്, ഹാപ്പിനെസ് ഓഫ് ലൈഫ്. നമ്മൾ ഇതെല്ലാം ഹാപ്പിനെസ് ഒക്കെ നമ്മൾ അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളോട് ഒപ്പം നമ്മൾ മറന്നുപോകുന്നു നമുക്ക് ലഭിച്ച ചില ടഫ് ലെസൺസ്, ചില സങ്കടങ്ങൾ, ദുഃഖങ്ങൾ. ഇതിനോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴാണ് നമ്മുടെ മനസ്സ് വലുതാകുന്നത്, നമ്മൾ കാണുന്ന കാഴ്ചകൾ വലുതാകുന്നത്, നമ്മളുടെ അറിവുകളും അനുഭവങ്ങളും മറ്റുള്ളവരിലേക്ക് നമ്മൾ കൺവേ ചെയ്യുന്നു. We can influence them. We can touch the heart of all participants with our heart. നമ്മുടെ ഹൃദയം കൊണ്ട്
നമ്മുടെ പാർട്ടിസിപ്പൻസിനെയും നമ്മളുമായിട്ട് എത്തിപ്പെട്ട എല്ലാവരെയും നമുക്ക് സ്പർശിക്കാൻ കഴിയുന്നു. ജോസഫ് മർഫി പറയുന്നുണ്ട്, നമ്മൾ ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ കൈ, ഹൃദയം അവരുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യണം, നമ്മുടെ മനസ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു വൈദ്യുത സ്പെല്ലിംഗും പോലെ, നമ്മൾ പറയില്ലേ, ഒരു മാഗ്നറ്റിക് പവർ, ഒരു ഇലക്ട്രിക് പവർ അങ്ങ് പാസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് അത്രയും മനോഹരമാണ്. വി ക്യാൻ അപ്രൂവ് ഇറ്റ്, അപ്രീസിയേഷൻ, അഭിനന്ദനം, അഡ്മിറേഷൻ ആൻഡ് അറ്റൻഷൻ. വേർ അറ്റൻഷൻ ഗോസ്, ഹാപ്പിനെസ് വരുന്നു എന്നാണ് പറയുന്നത്. വിത്തൗട്ട് അറ്റൻഷൻ ദർ ഈസ് നോ ഹാപ്പിനെസ്. ഒരു ഫേമസ് കോട്ട് ഇതാണ്, വിത്ത് അറ്റൻഷൻ ഹാപ്പിനെസ് ഈസ് നൗ ഹിയർ. ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഇവിടെയുണ്ട്. വിത്തൗട്ട് അറ്റൻഷൻ ഹാപ്പിനെസ് ഈസ് നോ വെയർ. പ്രിയമുള്ളവരെ, നമുക്ക് എവിടെയും നമുക്കൊരു അറ്റൻഷൻ കൊണ്ടുവരാം, അവയർനെസ് കൊണ്ടുവരാം, ശ്രദ്ധ കൊണ്ടുവരാം. നമുക്ക് ഇനിയും ഒരുപാട് പേരിലേക്ക് നമുക്ക് അറിവുകളും അനുഭവങ്ങളും എത്തിക്കാം. ഇനി നമ്മൾ പ്രൗഡ് ടു ബി ഹിയർ. ഈ കഷ്ടപ്പാടുകൾ എന്നെ എൻ്റെ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ സഹായിക്കുന്നു, എന്നെ കരുത്താക്കാൻ സഹായിക്കുന്നു. അതിനോട് നമ്മൾ താങ്ക്സ് പറയുക. താങ്ക്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ പേരൻസ്, അവർ ഡ്രീംസ്. അപ്പൊ ഒരിക്കൽ കൂടി എന്നെ ഈ വാക്കുകൾക്ക് ക്ഷണിച്ച വെൽമൈൻഡ് ടീം അംഗങ്ങളോടും ഒപ്പം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കിനി ഒരു മെഡിറ്റേഷൻ ആണ്. ഓവർ ടു സ്വപ്നാജി. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. താങ്ക് യു ഓൾ. വെനിൽ സർ, നമുക്ക് ടൈമില്ല. മെഡിറ്റേഷന് വേണ്ടി ഷാബാസ് മാമിനെ ക്ഷണിക്കാണ്. മാം പ്ലീസ്. എല്ലാവരും ശാന്തമായി ഇരിക്കുക. സ്വസ്ഥമായി ഇരിക്കുക. നിങ്ങളുടെ കൈകൾ മടിയിൽ തുറന്നു വെക്കുക. സ്പൈൻ സ്ട്രൈറ്റ് ആയിട്ടിരിക്കട്ടെ. വളരെ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. Take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. നിങ്ങളുടെ മനസ്സും ശരീരവും വളരെ ശാന്തവും സ്വസ്ഥവുമായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 കാൽപാദങ്ങളിലേക്കും കൊണ്ടുവരിക. കാൽപാദം ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ കണ്ണങ്കാലിലേക്ക് കൊണ്ടുവരിക. കാല് ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ മുട്ടിലേക്ക് കൊണ്ടുവരിക. മുട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തുടയിലേക്ക് കൊണ്ടുവരിക. തുടയിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വയറിലേക്ക് കൊണ്ടുവരിക. വയറിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നെഞ്ച് ടൈറ്റ് ചെയ്ത ശേഷം ഒന്ന് റിലാക്സ് ആക്കുക.
ശേഷം ശ്രദ്ധ കഴുത്തിലേക്ക് കൊണ്ടുവരിക. കഴുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മുഖത്തായിരിക്കട്ടെ. മുഖത്തെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 കൈകളിലേക്കും കൊണ്ടുവരിക. നിങ്ങളുടെ 2 കൈകളും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ബോഡി പൂർണ്ണമായും ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായും റിലാക്സ് ആയി മാറുകയാണ്. നിങ്ങൾ റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വളരെ സുഖകരമായ ഒരനുഭവം. നിങ്ങളുടെ ശരീരഭാരം കുറഞ്ഞ് ഒരു തൂവല് പോലെ മൃദുലമായി മാറുകയാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് ഊളയിട്ട് പോവുകയാണ്. നിങ്ങൾ അതിമനോഹരമായ ഒരു ഉദ്യാനത്തിൽ എത്തിയിരിക്കുന്നു. ആ ഉദ്യാനത്തിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആവോളം നുകരാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിലെ പക്ഷികളുടെ ശബ്ദവും അതിലൂടെ ഒഴുകുന്ന അരുവിയുടെ കളകള ശബ്ദവും നിങ്ങളുടെ ചെവിയിൽ അലയടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ പൂത്തു നിൽക്കുന്ന പൂക്കളുടെ സുഗന്ധം അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ഒഴുകിയെത്തുന്ന ആ ചെറു കുളിർ കാറ്റിന്റെ തണുപ്പ് അത് നിങ്ങളുടെ ശരീരത്ത് വന്ന് തട്ടുമ്പോഴുണ്ടാവുന്ന ആ തണുപ്പ് അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിലെ ഒരു മാവിലെ താഴെ ചില്ലയിൽ കിടക്കുന്ന ആ മൂത്ത വളരെ സുന്ദരം ആ മാങ്ങയുടെ പുളിപ്പ് നിങ്ങളുടെ വായിൽ വെള്ളം ഇറ്റിക്കുന്നു. നിങ്ങളുടെ പല്ലിലും നാവിലും ഉണ്ടാകുന്ന പുളി അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യാനത്തിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് പൂർണ്ണമായും അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലിരുന്ന ആ മാങ്ങ നിങ്ങൾ വെറുതെ ആ അരുവിയിലേക്ക് എറിഞ്ഞു. ആ അരുവിയിൽ വന്ന് വീണപ്പോഴുള്ള ആ ശബ്ദം അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. ആ വെള്ളത്തുള്ളികൾ മുകളിലേക്ക് പോയത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും വളരെ സന്തോഷമുള്ളതും എനർജി ഉള്ളതുമാക്കി മാറ്റുന്നു. അരുവിയുടെ അപ്പുറത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ആ ഒരു സൗന്ദര്യം അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രഭാത സൂര്യനിൽ നിന്നും ഒരു കിരണം നിങ്ങളുടെ മൂധാവിൽ വന്ന് പതിക്കുന്നു. അത് മൂർധാവിൽ നിന്നും ആ ഗോൾഡൻ യെല്ലോ കളർ പ്രകാശരശ്മി നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും വളരെ സാവധാനം പൊതിയുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മൂർധാവിൽ നിന്നും നെറ്റിയിലൂടെ, കണ്ണുകളിലൂടെ, മൂക്കിലൂടെ, വായിലൂടെ, കഴുത്തിലൂടെ വളരെ സാവധാനം നിങ്ങളുടെ ശരീരത്തെ പൊതിയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്.
ആ പ്രകാശകിരണത്തിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി അത് നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡിലൂടെ ഓരോ സെല്ലിലും എത്തിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ സെല്ലും പോസിറ്റീവ് എനർജിയാൽ നിറയ്ക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ഒരു പോസിറ്റീവ് ഓറ, ഒരു പ്രകാശ വലയം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവ് എനർജിയാൽ നിങ്ങളുടെ ശരീരം തിളങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പോസിറ്റീവ് എനർജി ഒരു കോൺഫിഡൻസ്, ഒരു ഹാപ്പിനെസ്, ഒരു ശാന്തത നൽകിയതിന് സർവേശ്വരനോട് ഹൃദയം കൊണ്ട് നന്ദി അറിയിക്കുക. വളരെ സുന്ദരമായ ഈ ഒരു നിമിഷം ആസ്വദിക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുക. ഈ ഒരു പുതിയ ഉണർവ് നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുക. ഒരു ദിനം കൂടി നമുക്കായി സമ്മാനിച്ചതിന് ദൈവത്തിന് നന്ദി പറയുക. നാം ശ്വസിക്കുന്ന ഓക്സിജന് നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുക. എല്ലാ നന്മകളും സമ്മാനിച്ചതിന് ദൈവത്തിന് നന്ദി പറയുക. എല്ലാ ചിന്തകളും പോയി മറിഞ്ഞ് വളരെ ശാന്തമായി മാറിയതിന് നന്ദി പറയുക. നിങ്ങൾ പൂർണ്ണമായും ശാന്തമായി സ്വസ്ഥമായി മാറിയിരിക്കുന്നു. ചിന്തകളൊന്നുമില്ലാത്ത ഈ ഒരു നിമിഷത്തിൽ അല്പനേരം കഴിയാവുന്നതാണ്. ഈ നിമിഷത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് കുറച്ചു നേരം നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. തിരികെ ഈ നിമിഷത്തിലേക്കുണ്ട്. അതിനായി നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കൈവിരലുകളിലേക്കും കാൽവിരലുകളിലേക്കും കൊണ്ടുവരിക. വളരെ മൃദുവായി കൈകളിലെയും കാലുകളിലെയും വിരലുകൾ ചലിപ്പിക്കുക. Again, take a deep breath in. Hold for a moment. Breathe out slowly. Three, 1. നിങ്ങളുടെ കൈകൾ രണ്ടും കൂട്ടിത്തിരുമി ഒരു ചെറു ചൂട് വരുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ വെച്ച് ഒരു ചെറു പുഞ്ചിരി ഈ പ്രപഞ്ചത്തിന് സമ്മാനിച്ച് എല്ലാ നന്മകളും നൽകിയ ഈ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഹാപ്പി മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. Thank you. Good morning. Thank you very much.
morning, sir. വെൽക്കം VRB sir. താങ്ക് യു ഷബാസ് മാം. എല്ലാവർക്കും ഇന്നൊരു നല്ല ദിനമായി മാറട്ടെ. നമ്മളുടെ ആ 21 ദിവസത്തെ ജേർണി അവസാനിക്കുന്ന ഇന്ന് എല്ലാവരും വളരെ ഹാപ്പിയായി മാറി, എല്ലാവർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി എന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു യു സഫ്ന മാം. Thank you, Okay. Shweta ma'am. Thank you. താങ്ക് യു ഷബാസ് മാം. നമുക്ക് വൈകിയാണെങ്കിലും അഡ്വക്കേറ്റ് VRB സാർ എത്തിയിട്ടുണ്ട്. സർ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന് വേണ്ടി സാറിന്റെ നല്ല അല്പം വാക്കുകൾ പ്ലീസ്. താങ്ക് യു വെരി മച്ച്. എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷം. മനസ്സ് നേരെയാക്കുക, സ്വസ്ഥമാവുക, ശാന്തമാവുക, അതെപ്പോഴും ആവശ്യമാണ്. അത് ഏത് തരത്തിലാണെങ്കിലും എന്താ പറയാ, വെൽമെന്റിന്റെ ആ നേതൃത്വത്തിൽ, എസ്പെഷ്യലി നമ്മുടെ അനിൽകുമാർ സാറിന്റെയും ഷബാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സഫനയൊക്കെ ഭംഗിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്തു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവിധമായ ഭാവങ്ങളും ആശംസിക്കുകയാണ്. ഇനിയും ഉത്തരോത്തരം ആ ജനസേവനമായിട്ടുള്ള ആ സാമൂഹികക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഇനിയും ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ട ശക്തിയും ഒക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു VRB സാർ. Thank you. സോ മച്ച്. നെക്സ്റ്റ് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കിടക്കണോ അതോ ഫീഡ്ബാക്കിലേക്ക് കിടക്കണോ? എല്ലാവരും ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോയാൽ പോരെ? എങ്ങനെയാ? അതെ. ആ, അത് മതി. ഓക്കെ, എങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ആദ്യം ആര് സ്റ്റാർട്ട് ചെയ്യും? എല്ലാവരും മറന്നേക്ക് പുറത്തു വരൂ. ആരുല്ല? അരെ ഞാൻ തുടങ്ങാം. താങ്ക് യു, വെൽക്കം. വളരെ അതിഗംഭീരമായ ഈ 21 ദിവസം കടന്നുപോയത് അറിഞ്ഞില്ല. നമ്മള് ഒരു 20 മിനിറ്റിന്റെ ക്ലാസ് ആണെങ്കിൽ പോലും എത്രയോ ഞങ്ങളെയൊക്കെ എത്രയും വേണ്ടി എനർജറ്റിക് ആക്കി എടുത്തെന്നറിയാമോ? ഒരുപാട് ഉറങ്ങിക്കിടന്നവരെ ഉണർത്തി എല്ലാം നമ്മള് 21 ദിവസത്തെ ഇന്നലെ ഷബാസ് മാം കാണിച്ചു. അത് ഓരോന്നും അത്ര പ്രയോജനപ്രദമായ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്നലെ തന്നെ എനിക്ക് ഇന്നലെ ഒരു സംഭവം ഉണ്ട്. എൻ്റെ ചെരുപ്പ് താഴെ പോയപ്പം ഒരു മോനെടുത്ത് എളുപ്പം കൊണ്ടുതന്ന് എൻ്റെ ചെരുപ്പ് കാലയിലിട്ടു. അപ്പം ഞാൻ അവനൊരു താങ്ക്സ് പറഞ്ഞപ്പോൾ അവനുണ്ടായ ഒരു സന്തോഷമൊന്നും പറയണ്ട. അങ്ങനെ നമ്മൾ എല്ലാത്തിനും താങ്ക്സ് പറഞ്ഞ് പോകുമ്പോൾ ഇനി ഇന്ന് മുതൽ ഞാനത് കുറിച്ച് വെക്കും. ഇന്ന് ഞാൻ ഫ്രീ ആയി. ഇന്ന് മുതൽ ഞാൻ കുറിച്ച് 2-3 ദിവസം എനിക്ക് നല്ല നന്മ നിറഞ്ഞ ഒരു ക്ലാസ് ഞാൻ കണ്ടിട്ടില്ല. 21 ഡേയ്സ് സൂപ്പറായിരുന്നു. അനിൽകുമാർ സാറ്, ഷബാസ് മാമ്, പിന്നെ സഫ്ന മാം, ഇവർക്കെല്ലാം എത്ര നന്ദി പറഞ്ഞാലും പോരാ. സൂപ്പർ സെക്ഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. Good morning all. അംബിക മാം. താങ്ക് യു. ഞാൻ ഷൈനി. ഓക്കെ മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഇതിന്റെ ഈ ഒരു 21 ദിവസത്തെ വെൽമൈൻഡ് ക്ലാസ് നേതൃത്വം നൽകിയ ഷബാസ് മാം, അനിൽകുമാർ സാർ, സപ്ന, ഇർഷാദ്, മിനു മാം, ഇവർക്കെല്ലാം ആദ്യമേ തന്നെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഒരുപാട് രാവിലെ എഴുന്നേൽക്കാനും മനസ്സിന്റെ കുറച്ച് വിഷമങ്ങളൊക്കെ മാറ്റിക്കളയാനും ഈ 21 ദിവസത്തെ ഓരോ വിഷയങ്ങളായിരുന്നു ഓരോ ദിവസവും. അപ്പൊ അതൊക്കെ വളരെ പ്രയോജനം ചെയ്തു. ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതുപോലെ ഒരു റൊട്ടീൻ, പിന്നെ ടു ഡു ലിസ്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഏറ്റവും മഹത്തായ കാര്യം. ഗ്രാറ്റിറ്റ്യൂഡ് അത് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു വലിയ പ്രയോജനം. പിന്നെ ഹാപ്പിനെസ്,
സ്പ്രെഡ് ഹാപ്പിനെസ് എവരിവെയർ എന്നുള്ള അനിൽകുമാർ സാറിന്റെയും ഷബ്ന മാമിന്റെയും ഒക്കെ ഒരു വലിയ ഒരു തത്വം, അത് വളരെ ഒരു മഹത്തായ ഒരു കാര്യമായിരുന്നു. വളരെയധികം നന്ദിയുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഒരു ഡെയിലി റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷെനി മാം. താങ്ക് യു സർ പ്ലീസ്. നമ്മള് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞെടുത്തില്ലേ? ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞോളൂ. സാറ് വന്നു. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ഈ ഒരു കോഴ്സ് തുടങ്ങുമ്പോൾ ഇത് എത്ര ദിവസം കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒറ്റ ദിവസം മുടങ്ങാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് ആ ക്ലാസ്സിൻ്റെ ചിട്ടയായ പ്രവർത്തനവും ഓരോ ദിവസവും നന്ദി പറഞ്ഞുകൊണ്ട് അത് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ലൈവായിരിക്കുക എന്നുള്ള ആ ഒരു ചിട്ടയായ പ്രവർത്തനത്തിലൂടെ 21 ദിവസവും കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അത് തന്നെയായി ഇനിയും തുടർന്നുകൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പരിപാടി സംഘടിപ്പിച്ച വെൽമൈൻഡിനും അതിൻ്റെ സംഘാടകരായ ഷബാസ് മാം, അനിൽകുമാർ സർ, ഷഫ്ന മാം, ബാക്കി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ദീപ മാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ആൾ. എനിക്ക് പറയാനുള്ളത്, ഇന്നലെ അനിൽകുമാർ സാറ് പറഞ്ഞു തിരിച്ചറിവ് ആത്മാവിന്റെ ആനന്ദമാണെന്ന്. എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഈ ക്ലാസ്സിലൂടെ വളരെയധികം തിരിച്ചറിവുകൾ കിട്ടി. സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ തിരിച്ചറിവ് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ ചില പ്രശ്നങ്ങളെ പ്രശ്നങ്ങളല്ല, അതിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വെൽമൈൻഡ് ഫാമിലിയിലേക്ക് എന്നെ ക്ഷണിച്ച അനിൽകുമാർ സാറിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ ക്ലാസ് എടുത്ത ഷബാസ് മാം, വെൽമൈൻഡിന്റെ എല്ലാ ടീം അംഗങ്ങളോടും നന്ദി പറയുന്നു. താങ്ക് യു. അടുത്തത് അഭിലാഷ് സാറുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ. എത്രയും സ്നേഹപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, എനിക്ക് ഏറ്റവും ബഹുമാനീയനായ അനിൽകുമാർ സാറിനും വെൽ പോയിന്റിലെ ഷബാസ് മാം, ക്ലാസ് എടുത്ത വെൽ പോയിന്റിലെ ഷബാസ് മാം, പിന്നെ സഫ്ന മാം, നിഷ മാം, ബീന മാം, ഇപ്പം ഈ 21 ഡേയ്സിൽ കവർ ചെയ്ത എല്ലാവരെയും ഈ നിമിഷത്തിലൊന്ന് സ്മരിക്കുകയാണ്. അപ്പം താങ്ക് യു എന്ന് പറയുന്ന വേർഡ് ഇറ്റ് കൺഫൈൻസ് എവറിത്തിങ്. ആക്ച്വലി അതിൻ്റെ എല്ലാ മീനിങ്ങിനെയും കൂടി കൺഫൈൻ ചെയ്യുന്ന ഒരു ചെറിയ വേർഡാണ്. അപ്പം ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. അപ്പം അതിൻ്റെ മേലെ ഒരു വാക്ക് പറഞ്ഞു വയ്ക്കാനില്ല. അപ്പോൾ ഇത്ര മനോഹരമായൊരു ആശയം അതിൽ വെച്ചിട്ടൊരു വർക്ക്ഷോപ്പ് ചെയ്ത അനിൽ സാറിന് ഏറ്റവും ആദ്യമായിട്ട് നന്ദി പറയുന്നു. പിന്നെ November 1st വാസ് ലൈക്ക് കേരളപ്പിറവി ആയിരുന്നു. അപ്പം ദാറ്റ് ഈസ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ന്യൂ ബോൺ എന്നുള്ളൊരു ചാൻസും കൂടിയായിരുന്നു. സോ ഐ പെർസീവ് ഇറ്റ് ദാറ്റ് വേ. അപ്പം ഇറ്റ് വാസ് എ ചാൻസ് ഫോർ മീ ടു റീബോൺ ഇൻ ടു സംതിങ് ന്യൂ. ദാറ്റ് ഈസ് ഓൾസോ വൺ തോട്ട് ദാറ്റ് ഈസ് ഓൺ മൈ ഹെഡ്. പിന്നെ ഉള്ളത് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ 21 ദിവസമായിട്ട് ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പില്ലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ ഇഫക്ട് ദാറ്റ് ഐ വാസ് സീയിങ് വാസ് ഇപ്പം സൂപ്പർ, എന്താണ് പറയുക, അതിൻ്റെ എഫക്ട് വാസ് വെരി എവിഡൻറ്റ് ഇൻ മൈ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ആക്ച്വലി. അപ്പോൾ ആ പിള്ളിൻ്റെ എഫക്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 21 ഡേയ്സ് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി ക്ലാസ്. അപ്പോൾ ഐ വാസ് തിങ്കിങ് ലൈക്ക് ഈ പഴയ റെക്കോർഡിംഗ് ഒക്കെ എടുത്തിട്ട് ഐ വിൽ ബി പ്ലേയിങ് അറ്റ് 5 AM in the morning, even though you people are not there. I will be playing and I will be thinking that you people are present over there in the laptop. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ട് വെച്ചിട്ട് ഐ ക്യാൻ റീപ്ലേ ദ റെക്കോർഡിംഗ് ആൻഡ് ബി ഓൺ ദ അനദർ 21 days ഓഫ് ക്ലാസ് ആക്ച്വലി. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ എൻഡ് ആക്ച്വലി. അപ്പം എനിക്ക് പറയാനുള്ളത് താങ്ക് യു മാത്രമാണ്. And once again, I
എക്സ്പ്രസ് മൈ ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എൻ്റെ എത്രയും സ്നേഹപ്പെട്ട അനിൽ സാർ, ഷബാസ് മാം, സഫ്ന മാം ആൻഡ് സന്തോഷ് സാറുണ്ട്, ഉണ്ണികൃഷ്ണൻ സാറുണ്ട്, പിന്നെ ദീപ മാം ഉണ്ട്, ശ്രീലത മാം ഉണ്ട്, ബീന മാം ഉണ്ട്, രാധിക മാം ഉണ്ട്. ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് ടു നെയിം, ഞാൻ പേര് വിട്ടു പോകുമ്പോൾ ക്ഷമിക്കുക. പക്ഷെ എല്ലാവരോടും എൻ്റെ സ്നേഹം രേഖപ്പെടുത്തിക്കൊള്ളുന്നു ആൻഡ് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. താങ്ക് യു. നമ്മളുടെ മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പ് ഇത്ര ആക്റ്റീവായി നിർത്തിയതിൽ അഭിലാഷ് സാറിന്റെ പങ്ക് വളരെ വലുതാണ്. ഇമ്മൻസ് നോളജ് ഒക്കെയാണ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അതെ. അപ്പൊ അഭിലാഷ് സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക പ്രത്യേകം താങ്ക്സ് പറയാണ്. ഇടയ്ക്ക് പനിയായിരിക്കും അതാ, അല്ലെങ്കിൽ നല്ല വാക്കുകൾക്ക് നന്ദി മാം. പക്ഷേ ഇറ്റ് ഈസ് ബിറ്റ് നോയ്സി അറ്റ് ടൈംസ്. പിന്നെ ഹീലിന് ഒരു 2-3 ഇഞ്ചസ് കൂടുന്നു മാത്രം. അത് നല്ലതാ. ഓക്കെ, അടുത്താരാണ് നമുക്ക് വിളിക്കാൻ നോക്കി നിൽക്കണ്ട, വരൂ, കമോൺ, വേഗം വരൂ, വേഗം വരൂ. സന്തോഷ് സാർ ഉണ്ടോ? അനിൽകുമാർ അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് ഇനി ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് ഇട്ടാൽ മതി എല്ലാവരും ആണെങ്കിൽ. ഓക്കെ, നമുക്ക് ഒരിക്കൽ കൂടി വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്. അതിനു മുമ്പ് ദീപ മാമും അഭിലാഷ് സാറും ഒപ്പം ഷൈനി ടീച്ചറും അമ്പി ടീച്ചറും അങ്ങനെ സന്തോഷ് സാറൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ വാക്കുകൾ ഗ്രാറ്റിറ്റ്യൂഡോട് ഞങ്ങൾ ഓർക്കുന്നു. ഇതൊരു മിറാക്കിൾ തന്നെ ആയിരുന്നു. ആരാ സാറേ, നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്താത്തത് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. മനഃപൂർവ്വമല്ല, ദൈവത്തിന്റെ കൈകൾ അവിടെ എത്തിക്കാണില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ ഇവിടെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇഫ് യു ചേഞ്ച് ദ വേ വി ലുക്ക് അറ്റ് തിങ്സ് വി ലുക്ക് അറ്റ് ചേഞ്ച് എന്നാ പറയുന്നത്. നമ്മളുടെ ആ കാഴ്ചപ്പാടൊന്ന് മാറ്റിയാൽ ആ കാര്യങ്ങൾ തന്നെ ആകെ നല്ല രീതിയിൽ മറിയും. അപ്പൊ നമ്മളുടെ ആ കാഴ്ചപ്പാട് മാറുക. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പവർഫുൾ ടൂളാണ് എന്ന് നമ്മളും എല്ലാവരും മനസ്സിലാക്കി. സോ പ്രാക്ടീസ്. ഞങ്ങൾ എന്താ പറയുക, രാവിലെ എഴുന്നേക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, ശ്വാസത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഭക്ഷണത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ്, കാണുന്നവരോട് ഗ്രാറ്റിറ്റ്യൂഡ്, സംസാരിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഉറങ്ങുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ ഇത് തന്നെ ആകട്ടെ നമ്മളുടെ ഒരു ജീവിതചര്യ. എന്തിനോടും ഏതിനോടും, ഏത് ടഫ് ലെസൺസ് പോലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ടീച്ച് ചെയ്യുന്നു എന്നൊരു തിരിച്ചറിവാണ്. നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വോട്ട് ഓഫ് താങ്ക്സ് നമ്മളിൽ ഷൈനി ടീച്ചർ ആണ് ഇന്ന് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓവർ ടു ഷൈനി ടീച്ചർ ഫോർ വോട്ട് ഓഫ് താങ്ക്സ് ടു ഓൾ പാർട്ടിസിപ്പൻസ്. ഒരു ക്ലൂവെങ്കിലും തന്നൂടായിരുന്നു സാർ നേരത്തെ. ഓക്കെ, ഷൈനി ടീച്ചർ കാര്യോ? എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഈ 21 ദിവസത്തെ നവംബർ 1 തൊട്ട് നവംബർ 21 വരെയുള്ള ദിവസത്തെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത, അതിന് നേതൃത്വം വഹിച്ച, എന്നെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച അനിൽകുമാർ സാറിന് തന്നെ ആദ്യത്തെ താങ്ക്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സാറിന്റെ ക്വാളിഫിക്കേഷനും, സാർ എക്സൈസ് ഓഫീസറാണ്, അതൊക്കെ ഞാൻ വൈകിയാണ് അറിയുന്നത്. സാറ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നെങ്കിലും ഞാൻ വൈകിയായിരുന്നു സാറ് ഏത് പ്രൊഫഷനാണെന്നൊക്കെ അറിയുന്നത്. സാറ് വലിയൊരു മനുഷ്യനാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന സാറിന് ഈ ക്ലാസ്, ഓരോ ദിവസത്തെയും ക്ലാസ്, ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സാറിന്റെ ആ വലിയ മനസ്സിനും സാറിന്റെ ഈ ക്ലാസ്സിനോടുള്ള, ഞങ്ങളോടുള്ള ഒരു ഇൻഫ്ലുവൻസിനും ഒക്കെ സാറിന് സാധിച്ചു. സാറിന് ഈ വെൽമൈൻഡ് ക്ലാസിന്റെ ആഭിമുഖ്യത്തിലും പേരിലും, എൻ്റെ വ്യക്തിപരമായ പേരിലും
ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ അടുത്തായിട്ട് താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ഷബാസ് മാമിനാണ്. ഷബാസ് മാമിന്റെ ചിരിച്ച മുഖം എപ്പോഴും മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. അതൊരു പ്രചോദനമാണ്. മാമിന്റെ ക്ലാസ് ഒക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയായിരുന്നു. പിന്നെ അത് വെൽമൈൻഡ് ക്ലാസിന്റെ പേരിലും അതുപോലെ മാമിന്റെ ക്വാളിഫിക്കേഷൻ, മാം ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള ഒരു ആളാണ്. അതൊക്കെ ഒരുപാട് ഡിഗ്രി എൻ്റെ മനസ്സിലൊന്നും നിൽക്കുന്നില്ല. പക്ഷെ എങ്കിലും ഒരു കൗൺസിലർ, NLP ട്രെയിനർ അങ്ങനെ ഒരുപാട് പിന്നെ ക്വാളിഫിക്കേഷനുള്ള ആളാണ്. മാമിന്റെ ഓരോ ദിവസത്തെയും ക്ലാസ് ഞാൻ എപ്പോഴും ഓർക്കും. പിന്നെ അതിന് മാമിന്റെ വെൽമൈൻഡ് ക്ലാസിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഷപ്ന ഇർഷാദ് മാമിന്റെയും ക്ലാസ്സിലെ സന്തോഷ് സാർ എപ്പോഴും പറയും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരികയായിരുന്നു. അതുപോലെ അത്രയും സന്തോഷത്തോടു കൂടി ഈ ക്ലാസ്സിലേക്ക് വരികയും പിന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രചോദനം തരികയും ഒക്കെ ചെയ്ത, എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി തന്നെ സംസാരിക്കുന്ന മാമിനും വെൽമൈൻഡ് ക്ലാസിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒക്കെയുമുള്ള ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ മിനിമാം മാമിനും ഈ ക്ലാസിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിക്കുന്നു. പിന്നെ നിഷ മാം, ബിനമാം, പിന്നെ ബാക്കി ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത അച്ഛന്, എനിക്ക് പേരറിയില്ല, മറന്നുപോയി, അച്ഛനും അതുപോലെ മറ്റൊരു സാറും വന്നിരുന്നു. അവർക്ക് എല്ലാവർക്കും വെൽമൈൻഡ് ക്ലാസിന്റെ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഷൈനി ടീച്ചർ. നമ്മുടെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എനിത്തിങ് ടു മോർ, എന്തെങ്കിലും ഉണ്ടോ ഷബാസ്? നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമില് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്താമെന്ന്, എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ ആണെന്ന് തോന്നുന്നു. ക്ലിയർ അല്ലേ വോയിസ്? ക്ലിയർ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമില് വരാമെന്ന് ഏറ്റ മെറ്റിൽഡ മാം വളരെ സന്തോഷത്തോടെ സമ്മതിച്ചതായിരുന്നു. പക്ഷേ ട്രാവലിങ്ങിന്റെ പ്രശ്നം കാരണം നെറ്റ് ഇഷ്യൂ വന്നതുകൊണ്ടാണ് മാമിന് വരാൻ സാധിക്കാത്തത്. മാമിന്റെ അഭാവത്തിൽ ഞാൻ മാമിനോട് നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് കിരൺ സാറ്. ഞങ്ങൾക്ക് ഇത്രയും ദിവസം ഈ ഒരു പ്ലാറ്റ്ഫോം സമ്മാനിച്ച് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരുന്ന സാറിന്, കിരൺ സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ കിരൺ സാറിന്റെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിത്വത്തിനുടമ കൂടിയാണ് കിരൺ സാർ. അതുപോലെ ഫാദറിനും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ VRB സാറ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഈ ഒരു വെൽമൈൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സാറാണ്. കാരണം ഞങ്ങൾക്ക് എന്നും പോസിറ്റീവ് എനർജി തന്ന് ഇങ്ങനെ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരുപാട് സജഷൻസും കാര്യങ്ങളും തരുന്ന ഒരു മഹത് വ്യക്തിയാണ് VRB സാറ്. VRB സാർ ഒരുപാട് ഈ ലോകത്തിന് ഒരുപാട് നന്മകൾ സമ്മാനിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ്. സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന ഓരോ അംഗങ്ങളും നന്മയുടെ നിറകുടമായ ഓരോരുത്തർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് നമുക്കൊരു വേറൊരു വ്യക്തി ഇന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചില്ല, അരുൺ സാറ് ഒരു വലിയ ട്രെയിനറൊക്കെയാണ്. സാറും ഇന്ന് നമ്മളോടൊപ്പം വെൽമൈൻഡിനോടൊപ്പം കൂടാം എന്നുള്ള ഒരു വാക്കുമായിട്ട് ഇന്ന് നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. സാറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഓരോ മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലെ ഓരോ മെമ്പേഴ്സിനും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വെൽമൈൻഡിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിച്ചതിന് എൻ്റെ സ്വന്തം വ്യക്തിപരമായ പേരിൽ വെൽമൈൻഡിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കാരണം നന്ദി എത്ര പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് മതി വരില്ല. അതുകൊണ്ടാണ് വീണ്ടും ഷൈനിമ പറഞ്ഞ ശേഷം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു എവരിബഡി. സാറേ പോയിന്റ് ചെയ്യാലോ? താങ്ക് യു.